യേശു ഉപമകളിൽ കൂടെ ജനങ്ങളെ പഠിപ്പിക്കുവാൻ താൽപ്പര്യപ്പെട്ടത് എന്തുകൊണ്ട്? അവൻ ഉപമകളിൽ കൂടെ അല്ലാതെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് സുവിശേഷം പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ കാരണമെന്താണ്? അതിൻ്റെ അടിസ്ഥാനമെന്നോണം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 33-34 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം. യേശു ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയുന്നത് പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. ഇത് പരിചയമില്ലാത്ത ക്രിസ്ത്യാനികൾ വളരെ വിരളമാണ് എങ്കിലും എന്തുകൊണ്ടാണ് യേശു ഉപമകളിൽ കൂടെ ജനങ്ങളെ പഠിപ്പിക്കും, അങ്ങനെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന നിർബന്ധമായ ഒരു തീരുമാനമെടുക്കുവാൻ ഇടയായത് എന്നതിനെപ്പറ്റി തുറന്ന മനസ്സോടെ അന്വേഷിച്ച് എത്ര പേരുണ്ട് എന്നെനിക്കറിയില്ല. ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അവരോടുള്ള എൻ്റെ കൃതജ്ഞതയും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പുരോഗമിക്കാൻ കഴിയാത്ത പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യേശു ഉപമകളിൽ കൂടെ ജനത്തെ ഉത്ബോധിപ്പിച്ചു. കാരണമെന്ത്? ഇവിടെ നമ്മുടെ അന്വേഷണത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടാകുന്നതിന് 2 വാക്കുകൾ അടയാളപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഒന്ന് അഭിപ്രായം, 2 അന്വേഷണത്തിൽ കൂടെ ഉടലെടുത്ത് വരുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾ. അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻസ്, 2 ചിന്തകൾ, അന്വേഷണത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾ. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് നാം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്നതാണ്, ഏറ്റുവാങ്ങുന്നതാണ്, മറ്റുള്ളവരിൽ നിന്ന് അനായാസമായി പ്രാപിക്കുന്നതാണ്. അങ്ങനെ പ്രാപിക്കുന്ന ഒരു അഭിപ്രായത്തെയും നിരൂപാത്മകമായി വിമർശനാത്മകമായി നാം പരിശോധിക്കുകയോ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും പ്രസക്തിയും എന്താണ് എന്ന് വിലയിരുത്തുവാൻ കൂട്ടാക്കുകയോ സാധാരണ ചെയ്യാറില്ല. പ്രത്യേകിച്ച് പാരമ്പര്യത്തെ അള്ളിപ്പിടിക്കുന്ന ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായ സത്യം, അവൻ്റെ വിശ്വാസ ജീവിതം എന്ന് അവൻ കരുതുന്നത് വാസ്തവത്തിൽ അവൻ്റെ വിശ്വാസമല്ല, അവൻ്റെ ജീവിതവുമല്ല. പണ്ടൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞ് കേട്ട കാര്യങ്ങൾ തലമുറയായി കൈമാറി വന്ന് ഇപ്പോൾ ഹിമാലയത്തിൽ നിന്നൊരു നദി ഉത്ഭവിച്ച് ഒഴുകി താഴ്വാരത്തിലേക്ക് വരുന്നത് പോലെ അവിടെയും ഇവിടെയും തട്ടിയും മുട്ടിയും വളഞ്ഞും മുടിഞ്ഞും കാലത്തിൻ്റെ പ്രവാഹത്തിൽ എവിടെയോ ചെന്ന് എത്തിച്ചേരുന്നു എന്നതുപോലെ ചില അഭിപ്രായങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായത് അഭിപ്രായങ്ങളായി തലമുറകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സമീപത്ത് അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ വീണിരിക്കുന്നു. അതപ്പാടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് എന്ന് നാം ധരിക്കുന്നു, അല്ല തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയത്തക്ക ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇത് യഹൂദ മത പാരമ്പര്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രമാദമായൊരു പ്രശ്നമായിരുന്നു. യേശു അതിനെ നന്നേ മനസ്സിലാക്കിയിരുന്നു. അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥശൂന്യമായ മനുഷ്യത്വത്തിന് എപ്പോഴും ബലഹീനത മാത്രം പ്രദാനം ചെയ്യുവാൻ സാധ്യതയുള്ള ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ച് മേൽത്തരമായ ആത്മീയ അവസ്ഥയിലേക്ക് അവരെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ, ഈ ഒരു പാരമ്പര്യം, ഈ ഒരു താരിപ്പിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുക തൻ്റെ കടമയാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞിരുന്നു. ആ വിടുതലിൻ്റെ പ്രാരംഭമാണ് അതിനെപ്പറ്റി ബോധവൽക്കരണം ഉണ്ടാകുക. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അപാകതയുണ്ട് എന്ന് തിരിച്ചറിയാതെ അതിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്ന് വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കുവാൻ നമുക്കിടയാകുകയില്ല. ഇന്ന് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രശ്നം
അവനായിരിക്കുന്ന അവസ്ഥയിലുള്ള അപാകതയും അപക്വതയും അപകടങ്ങളും പരിമിതികളും അവന് മനസ്സിലാകുന്നില്ല എന്നതാണ്. കാരണം നമ്മുടെ മതപരമായ പരിശീലനത്തിൽ ആദ്യം മുതൽ ഇന്ന് വരെയും സ്ഥിതി ചെയ്യുന്ന അഹങ്കാരമാണ്. നാം എല്ലാറ്റിനും മതിയായവനാണെന്നും നമ്മേക്കാൾ മെച്ചപ്പെട്ട ആരും ലോകത്തില്ല എന്നും നാം എല്ലാവരും ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നും നമ്മിൽ നിന്ന് വ്യത്യസ്തമായവരെല്ലാം നരകത്തിൽ പോകുമെന്നും ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, അതും ആരിൽ നിന്നോ കേട്ട് നമ്മുടെ അഭിപ്രായമായി, അവരുടെ അഭിപ്രായമായി, അത് നമ്മുടെ അഭിപ്രായമായി നാം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നമ്മുടെ മതജീവിതം അഭിപ്രായം എന്ന ഭാണ്ഡക്കെട്ടിൻ്റെ ചുമട്ടുതൊഴിലാളിയുടെ ജീവിതമാണ്. അഭിപ്രായങ്ങളുടെ ഭാണ്ഡക്കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നാം എന്ന ഒരു പരിതാപകരമായ യാഥാർത്ഥ്യം ഈ വൈകിയ വേളയിലെങ്കിലും ദയവായി തിരിച്ചറിയണം എന്നൊരു എളിയ അപേക്ഷ ഈ അടിയാനുണ്ട്. അത് യേശുവിൻ്റെ കരുതലിനെ ആശ്രയിച്ച് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഈ യേശു എന്തുകൊണ്ടാണ് ഈ ഉപമകളിൽ കൂടെ പഠിപ്പിച്ചത്? ഒരു ഉപമയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് വ്യക്തികളും ഉപമ പങ്കിടുന്ന ആ അറിവിൻ്റെ സ്രോതസ്സും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധവും അന്വേഷണത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയുമാണ്. ഞാൻ പറഞ്ഞത് അല്പം ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ യേശു ഒരു ഉപമ പറയുന്നു. ഇപ്പോൾ വിത്ത് വിതയ്ക്കാൻ പോയതിൻ്റെ ഉപമ, അല്ലെങ്കിൽ കടുക് മണിയുടെ ഉപമ, അല്ലെങ്കിൽ ഗോതമ്പ് മണിയുടെ ഉപമ, ഏത് ഉപമയാണെങ്കിലും നിങ്ങൾ പരിഗണിച്ചാൽ ഇത് പറയുന്നത് യേശുവാണ്. ഇത് കേൾക്കുന്നത് ഒരു വ്യക്തിയാണ്. ഇപ്പം ജനക്കൂട്ടത്തിനോട് ആണ് യേശു പറയുന്നത് എങ്കിൽ പോലും ജനക്കൂട്ടം ആകമാനം ഒരു ഉപമയും കേൾക്കുന്നില്ല. ആ ജനക്കൂട്ടത്തിലിരിക്കുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് മാത്രമാണ് ഈ ഉപമ കേൾക്കുന്നതും മനസ്സിലാക്കുവാൻ ഇടയാകുന്നതും. അതായത് വ്യക്തിയുടെ അവസ്ഥയോട് സംവാദിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു വിദ്യാഭ്യാസ ടെക്നിക്കാണ്, അല്ലെങ്കിൽ സമീപനമാണ് ഈ ഉപമ എന്നത് പലപ്പോഴും ആളുകൾ പ്രസ്താവിക്കാറില്ല, തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഉപമയിൽ എപ്പോഴും വെളിപ്പെട്ടു വരാത്ത അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത അംശങ്ങളുണ്ട്. ഉപമ അതിൻ്റെ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഒരു ചെറിയ കഥയാണ്. നിമിഷ നേരം കൊണ്ടുണ്ടാക്കുന്ന കഥകളാണ് ഉപമകൾ. എന്നാൽ ഈ കഥകളുടെ ഉള്ളിൽ നിത്യമായ ചില സത്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ആ സത്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ അന്വേഷിച്ച് മനസ്സിലാക്കി സ്വായത്തമാക്കുക എന്നത് ശ്രോതാവിൻ്റെ കടമയാണ്. യേശുവിൽ നിന്ന് ഉപമകൾ ആവിർഭവിക്കുന്നു. അത് വ്യക്തിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ തന്നിലേക്ക് കടന്നു വരുന്ന ഉപമയുടെ പൊരുളെന്താണ്, ഉള്ളടക്കം എന്താണ്, അതിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥമെന്താണ് എന്ന് വ്യക്തിപരമായി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട കടമ ശ്രോതാവിൻ്റേതാണ്, കേൾക്കുന്നവൻ്റേതാണ്. അതുകൊണ്ട് ഈ ഉപമകളിൽ കൂടെ യേശു നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ മാറ്റം അഭിപ്രായങ്ങളെ അപ്പാടെ വിഴുങ്ങുന്ന താരിപ്പിൽ നിന്ന് അന്വേഷണ ബുദ്ധിയോടെ ആത്മീയ സത്യങ്ങളെ സ്വായത്തമാക്കുവാനുള്ള ചുമതലബോധം അനുസരിച്ച് ഒരു ജീവിത സമീപനം, അല്ലെങ്കിൽ ആത്മീയമായ ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യേശു ഇത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാതെ യേശു എന്തുകൊണ്ട് ഉപമകളിൽ കൂടെ പഠിപ്പിച്ചു എന്നതിനെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ്. സാധാരണ അഭിപ്രായങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പലവിധമായ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോകളിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അഭിപ്രായങ്ങളാണ്. എന്നാൽ ആ അഭിപ്രായങ്ങൾ ഞാൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ
മുറയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ അപ്പാടെ സ്വീകരിക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ ഈ വിഷയങ്ങളെപ്പറ്റി, ഈ സാധ്യതകളെപ്പറ്റി, മനുഷ്യാവസ്ഥയുടെ ഈ വശങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചിന്തിക്കുകയും നിങ്ങളുടേതായ നിഗമനത്തിലെത്തുകയും ചെയ്യണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം മുതലേ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാധാരണ സുവിശേഷ പ്രഘോഷണത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹം വായുമൊഴിയുന്നതെല്ലാം ആത്യന്തികമായ സത്യമാണെന്നും അത് യാതൊരു വിമർശന സാധ്യതയുമില്ലാതെ ജനം അപ്പാടെ വിഴുങ്ങണമെന്നും ഉള്ള ഒരു താല്പര്യത്തിൽ മാത്രമാണ് ഈ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലെന്നോണം നിന്നുകൊണ്ട് ദൈവവചനം ഘോഷിക്കുന്ന വ്യക്തിയുടെ സമീപനം എന്നത് മനസ്സിലാക്കുക. യേശു അങ്ങനെ ആയിരുന്നില്ല. യേശുവിന് സർഗാത്മകത ഉണ്ടായിരുന്നത് കൊണ്ട് ആ നിമിഷത്തിൽ തന്നെ ലോകോത്തരമായ ഒരു ചെറിയ കഥ നിർമ്മിക്കുന്നു. ആ കഥയിൽ പറയാനുള്ള ആശയം ഉൾക്കൊള്ളിക്കുന്നു. അത് ജനങ്ങൾക്ക് കൈമാറുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് യേശു ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാണ്. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായം അപ്പാടെ സ്വീകരിക്കുന്നൊരു വ്യക്തി, പിന്നെ ആജീവനാന്തം അതിൽ മാത്രം അള്ളിപ്പിടിച്ചിരിക്കുന്നൊരു വ്യക്തി, ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്വേഷണമെന്ന ഈ മാനുഷിക അവകാശത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ നിർവൃതി, അതിൻ്റെ വീര്യം അനുഭവിച്ചറിയുവാൻ ഭാഗ്യമുള്ളവനായിരിക്കുകയില്ല. അവനെപ്പോഴും നാം മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഇടങ്ങളില്ലേ, അതുപോലെ ഒരു ഇടമായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് ഇടാനുള്ളൊരു ഇടമായിരിക്കും. ഞാൻ മറ്റൊരു വീഡിയോയിൽ മനുഷ്യൻ്റെ മതജീവിതത്തിൽ എപ്പോഴും മുറ്റു നിൽക്കുന്ന ഇടങ്ങളെ പറ്റിയുള്ള താല്പര്യങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തെ പറ്റി താല്പര്യമില്ലാത്തവർ ദൈവം ഇരിക്കുന്ന ഇടം എവിടെയാണ് എന്ന് അന്വേഷിച്ച് പോകുന്നതാണ്. അതാണ് മതഭക്തി എന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതും ആ വീഡിയോയുടെ എല്ലാ ഉള്ളടക്കവും ഞാൻ ഈ അവതരിപ്പിക്കുന്ന ആശയത്തോട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധമുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായം ആരാഞ്ഞറിഞ്ഞ അല്ലെങ്കിൽ അത് കേട്ടത് അതുപോലെ സ്വീകരിച്ച് അത് എൻ്റെ കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഭക്തിയുടെ ഉൾക്കാമ്പുകൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ അവരുടെ ആത്മീയ ജീവിതം ആരംഭിക്കുക പോലും ചെയ്യുന്നില്ല എന്നത് യേശു തിരിച്ചറിഞ്ഞു. അതിന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം അങ്ങനെയുള്ള തിരിച്ചറിവുകൾ അക്കാലത്ത് അല്പം പോലും ഉണ്ടായിരുന്നില്ല. ഒരു വിശ്വാസിയുടെ കടമ എന്താണെന്നാണ് അന്നും ഇന്നും മനുഷ്യർ വിചാരിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ കാവൽ ഭടന്മാരായി അല്ലെങ്കിൽ ഇതിൻ്റെ യജമാനന്മാരായി കഴിയുന്ന ചില ആളുകളുണ്ട്, പുരോഹിതവർഗം. അവരുടെ വായിൽ നിന്ന് വീഴുന്നതെല്ലാം അപ്പാടെ സ്വീകരിക്കുകയും ഒരു വിധത്തിലും അതിനെ ചോദ്യം ചെയ്യാതെ, ഒരു വിധത്തിലും അതിൽ അന്വേഷണ ബുദ്ധിയുടെ സ്വാതന്ത്ര്യം പ്രയോഗിക്കാതെ അത് ആക്ഷരീകമായ അപ്രകാരം തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന കടമയാണ് വിശ്വാസിക്ക് എക്കാലത്തും നിയോഗിക്കപ്പെട്ടിരുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഇന്നും അങ്ങനെ തന്നെയാണ്. 2000 വർഷം കൊണ്ട് യാതൊരു മാറ്റവുമില്ല. എന്നാൽ യേശു തൻ്റെ പരിശുശ്രൂഷയിൽ കൂടെ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഒരു അധപ്പതിച്ച ശപിക്കപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസമുണ്ടാകണം. മനുഷ്യൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭക്ഷിക്കുന്നവനായി, ഭുജിക്കുന്നവനായി, വിഴുങ്ങുന്നവനായി മാത്രമിരുന്നാൽ അവൻ്റെ മനുഷ്യത്വം ആരംഭിക്കാൻ പോലും സാധ്യമല്ല. അവൻ്റെ മനുഷ്യത്വം വിറങ്ങലിച്ച് നശിച്ചു പോകും. അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഊർജ്ജം അവൻ്റെ അന്വേഷണത്തിലും അവൻ്റെ ചിന്താശക്തിയിലുമാണ്. അങ്ങനെ ചിന്താശക്തി ഉപയോഗിച്ച് അന്വേഷിച്ച് അവൻ വ്യക്തിപരമായി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ്റേതാകുകയുള്ളൂ. അവ മാത്രമേ അവൻ്റെ വിശ്വാസത്തിൻ്റെ അംശങ്ങളാകുകയുള്ളൂ. അങ്ങനെ അവൻ്റെ വിശ്വാസത്തിൻ്റെ അംശങ്ങൾ മാത്രമേ അവനെ പ്രയോഗിക്കാനും പ്രയോജനപ്പെടുത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഞാൻ പലപ്പോഴും യേശുവിനെ മതത്തിൻ്റെ ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ് മനസ്സിലാക്കുന്നത്. എ സയൻറ്റിസ്റ്റ് ഓഫ് റിലിജിയൻ. അത്രമാത്രം മഹത്തരമാണ് യേശു. സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന വിധങ്ങൾ ഞാൻ പരിഗണിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അത്ഭുതപരതനായി പോവുകയാണ്. എന്നാൽ ആ യേശുവിൻ്റെ പേരിൽ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന
പാരമ്പര്യങ്ങളും സമീപനങ്ങളും കാഴ്ചപ്പാടുകളും നിർബന്ധങ്ങളും അടിമത്തങ്ങളും കാണുമ്പോൾ ചങ്ക് പൊടിഞ്ഞു പോകാറുണ്ട് എന്നും ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾ കോപിക്കയില്ല ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് സംഭവിക്കേണ്ട ഏറ്റവും സുപ്രധാനം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു റീഓറിയൻറ്റേഷൻ, മനസ്സിൻ്റെ പുനഃക്രമീകരണം എന്താണ്? മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അപ്പാടെ സ്വീകരിച്ച് അതിനപ്പുറത്തൊന്നുമില്ല എന്ന് നിരൂപിച്ച് ബൗദ്ധികവും ആധ്യാത്മികവുമായ അടിമത്വത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതാണ് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് എന്ന ഈ വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് ഓരോ വ്യക്തിക്കും ദൈവം ചിന്തിക്കുവാനുള്ള കഴിവ് കൊടുത്തത്, തലച്ചോറ് നൽകിയത് അബദ്ധമായിട്ടല്ല, തെറ്റായിട്ടല്ല, ദൈവത്തിന് അറിവില്ലാഞ്ഞിട്ടല്ല, ഇത് പ്രയോജനപ്പെടുത്തണം എന്ന കൃത്യമായ താല്പര്യത്തിലാണ് ഇതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച് ഇത്രമാത്രം സുരക്ഷിതമായൊരു ഘടനയിൽ നമ്മെ ആക്കി വെച്ചത് എന്ന് മനസ്സിലാകും. നമ്മുടെ തലച്ചോറിന് നൽകിയിരിക്കുന്ന സംരക്ഷണമാണ് ഏറ്റവും കട്ടിയേറിയ സംരക്ഷണം. ഏറ്റവും സുരക്ഷിതത്വത്തിലാണ് നമ്മുടെ തലച്ചോറിനെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെക്കാളും ശ്വാസകോശങ്ങളെക്കാളും കിഡ്നിയേക്കാളും മറ്റേത് അവയവത്തെക്കാളും ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിട്ടാണ് നമ്മുടെ തലച്ചോറ് വെച്ചിരിക്കുന്നത്. എന്താണ്? മനുഷ്യന് ചിന്തിക്കുവാനുള്ള ആവശ്യം വളരെ അധികമാണ്. ചിന്തിക്കുക എന്നത് മനുഷ്യൻ്റെ കടമയാണ്. അന്വേഷിക്കുക എന്നത് മനുഷ്യത്വത്തിൻ്റെ ഊർജമാണ്. അന്വേഷിക്കാത്തവൻ മൃതപ്രായനാണ്. അന്വേഷണ ബുദ്ധിയെ നിരാകരിക്കുന്ന ഒരു മതസംവിധാനം അതൊരു ശവക്കോട്ട പോലെയാണ്. അങ്ങനെയുള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുരിശിടട്ടെ. ഇത് മരിച്ചവരുടെ മേഖലയാണ്. മനുഷ്യൻ എപ്പോഴാണ് അന്വേഷിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്? മരിച്ചു പോകുമ്പോഴാണ്. ശവങ്ങൾക്ക് അന്വേഷിക്കുവാനുള്ള സാധ്യതയില്ല, സമ്മതി. പക്ഷേ അന്ത്യശ്വാസം വലിക്കുന്ന നിമിഷം വരെയും നമുക്ക് അന്വേഷിക്കാനുള്ള സാധ്യതയും കഴിവുമുണ്ട്. അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യാത്തൊരു വ്യക്തി ജീവിക്കുന്ന ശവമല്ലാതെ പിന്നെ എന്താണ്? അതുകൊണ്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനോ സമൃദ്ധമായ ജീവനുണ്ടാകുവാനോ അത്രേ ഞാൻ വന്നത് എന്ന് വളരെ ശക്തമായി വ്യക്തമായി പ്രഖ്യാപിച്ച യേശു സ്വാഭാവികമായും മനുഷ്യനെ ഈ അഭിപ്രായങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, ഫ്രം സ്ലേവറി ടു ഒപ്പീനിയൻസ്, അന്വേഷണത്തിൻ്റെ പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ സൂര്യോദയത്തിലേക്ക്, ചിന്താശക്തിയുടെ പുതിയ സാധ്യതകളിലേക്ക്, അതിൽ കൂടെ സംഭവിക്കുന്ന ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വഴി നടത്തുന്ന ഈ അത്ഭുതകരമായ പ്രക്രിയയെ നാം എത്രമാത്രം അധപ്പതിപ്പിച്ചിരിക്കുന്നു, വൈരൂപ്യമാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കുക. നാം അന്വേഷിച്ചേ മതിയാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ പോലും നമുക്ക് നൽകിയിരിക്കുന്നത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ സകല സത്യത്തിലേക്കും വഴി നടത്തുവാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നിങ്ങൾ വായിക്കുമെങ്കിൽ, സഹായി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, സഹായി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും എന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദൗത്യം നമ്മളെക്കൊണ്ട് മറുഭാഷ പറയിക്കുകയോ അസ്വാഭാവികമായ വിധത്തിൽ ജൽപ്പനം നടത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, സത്യമാണ് പരിശുദ്ധി. അസത്യം, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ അസത്യം ചെയ്ത് ആളുകളെ കളിപ്പിച്ച് മിടുക്കന്മാരായി നടക്കുന്ന അനേക മതകുറുക്കന്മാർ, അവരെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ മധ്യത്തിൽ നിന്നും തികച്ചും തിരോധാനം ചെയ്തു പോയി. അത് വലിയ സങ്കടം തന്നെയാണ്. അപ്പോൾ ഈ സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലേക്കും നമ്മെ വഴി നടത്താനായി ദൈവം കനിഞ്ഞാക്കിയിരിക്കുന്ന സനാതനമായ, ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ പ്രേരണയുടെ ഉടമയായ ഉറവിടമായ പരിശുദ്ധാത്മാവ്, അതിൻ്റെ ദൗത്യമെന്താണ്? ഓരോ വ്യക്തിയെയും സകല സത്യത്തിലേക്കും വഴി നടത്തുക. എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കണമെങ്കിൽ അതിന് തക്കതായൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും.
നിങ്ങൾ അന്വേഷണത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കുവാൻ കൂട്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുകയുള്ളൂ. അല്ല എന്ന് നടിക്കുന്നവർ കള്ളം പറയുന്നവരാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനും വരുന്നവരാണ്. അവർ പൈശാചിക ശക്തിയാണ്. മനുഷ്യനെ അന്വേഷിക്കുന്നതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും സത്യത്തെ കണ്ടെത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഏതു വ്യക്തിയും പ്രസ്ഥാനവും സംവിധാനവും പൈശാചികമാണ്, യാതൊരു സംശയമില്ല. കാരണം യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഹൃദയഭാഗമായി അവതരിപ്പിച്ചത് അടിമകളെ വിടുവിക്കാൻ വന്നു എന്നുള്ളതാണ്. ആരാണ് അടിമ? ചിന്തിക്കാൻ അവകാശമില്ലാത്തവനാണ് അടിമ. കയ്യിൽ ചങ്ങലയുള്ളത് കൊണ്ട് അടിമയാകണമെന്നില്ല. നീ ചങ്ങല മുറുക്കപ്പെട്ട കൈകളാൽ വിഷമിക്കുമ്പോഴും നിൻ്റെ മനസ്സ് നിത്യമായ സത്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെങ്കിൽ നീയാണ് സ്വതന്ത്രൻ. ചിന്തിക്കാത്തവനാണ് അടിമ. ആ ഒരു വലിയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതിൻ്റെ പേരാണ്, ആ തിരിച്ചറിവിൻ്റെ പേരാണ് വിടുതൽ എന്നുള്ളത്. അതിനു പകരം നമ്മെ ഈ കാലമത്രയും ആക്കി വച്ചിരിക്കുന്ന ദുരവസ്ഥയുടെ രഹസ്യം എന്താണ്? ചിന്തിക്കരുത്, അറിയരുത്, അന്വേഷിക്കരുത്. മറ്റുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്ന ഈ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, അത് മാത്രം നീ തിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നു കൊള്ളണം. വല്ലപ്പോഴും ഒരു ആമേൻ പൊട്ടിക്കണം, ബാറയ്ക്ക് മുറുവൻ അടിക്കണം, അല്ലെങ്കിൽ മറുഭാഷ കുറയ്ക്കണം. ഇതിനപ്പുറത്തൊരു ദർശനം നമുക്കില്ലാതെ പോയതുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹം ഇന്ന് ഇത്രമാത്രം പട്ടുപോയത് എന്ന് തിരിച്ചറിയുക. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കുറഞ്ഞ പക്ഷം അരനൂറ്റാണ്ടെങ്കിലും എല്ലാ മത സംവിധാനത്തിലുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ കൃപയാൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. താരതമ്യപ്പെടുത്തി ഞാൻ നോക്കുമ്പോൾ വളരെ വ്യസനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധപ്പതിച്ച വിശ്വാസ സമൂഹം ക്രിസ്ത്യാനിയാണ്. അതിലേറ്റവും അധപ്പതിച്ചതാണ് സുറിയാനി ക്രിസ്ത്യാനി. ഒരു വിധത്തിലും ദൈവികമായ വെളിച്ചം സ്വീകരിപ്പാൻ മനസ്സില്ലാത്തവനാണ് സുറിയാനി ക്രിസ്ത്യാനി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ലോകത്തിലെവിടെയെങ്കിലും ഈ നാളിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി കേരളത്തിലുള്ളതുപോലെ കലാപം കശപിശ നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? ലോകത്തിൽ എവിടെയെങ്കിലും രണ്ട് സഹോദരീ സഭകൾ ശവം വെച്ച് വഴിയിൽ വെച്ച് പന്ത് കളിക്കുകയും പരസ്പരം അപമാനിക്കുകയും മൃഗമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വന്ന് കടിക്കും, ഹീനമായി പൈശാചികമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണിക്കാമോ? ഇല്ല. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഭാരതത്തിൽ മറ്റെങ്ങും ഇതില്ല. ഇത് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിൽ മാത്രമാണ്. അത് ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ഞങ്ങളുടെ കുത്തകയാണ്, യേശുവിൻ്റെ വെളിച്ചം ഞങ്ങളുടേത് മാത്രമാണ്, ഞങ്ങൾ മാത്രമാണ് മതിലേക്കളിച്ച ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണല്ലോ ഓർത്തഡോക്സുകാർ. എന്നാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുവിനെ ഇവർ ഉപേക്ഷിച്ചിട്ട് നാളെത്രയായി? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സഭാ നേതൃത്വം അവരവരുടേതായ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധാരണ വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി, സ്ത്രീയും പുരുഷനും, അവർക്ക് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് സഭാ നേതൃത്വം പറയുന്നത് മാത്രമാണ് ദൈവഹിതമെന്ന് അവർ തെറ്റിദ്ധരിച്ച് അവർ യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ആശയം നിങ്ങളുമായി പങ്കിടുന്നത് എൻ്റെ കടമയാണ് എന്ന ശക്തമായി എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം അതുപോലെ വിഴുങ്ങി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇറങ്ങിയാൽ നിങ്ങൾ അടിമകളായിരിക്കും. ആജീവനാന്തം നിങ്ങൾ അടിമയായിരിക്കും. യേശുവിൽ കൂടെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന വിടുതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കണ്ണടയുന്നതിന് മുൻപ് സാധ്യമാകുകയില്ല. നിങ്ങളുടെ ജീവിതം ശപിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. എന്നാൽ അതുണ്ടാകണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം. വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവികമായി ചിന്തിക്കുവാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിനും നമ്മെ പ്രേരിപ്പിക്കുന്നതിനുമാണ്. അതുകൊണ്ടാണ് യേശു സാത്താനോട് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. എന്തുകൊണ്ടാണ്? അത് അന്വേഷണത്തിൻ്റെ ഭക്ഷണമാണ്. ലോകം തരുന്നത് വയറിനുള്ള ഭക്ഷണവും
ദൈവം നൽകുന്നത് അന്വേഷണം, മനസ്സിൻ്റെ ഭക്ഷണവുമാണ്. അത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ പോഷണമാണ്. അത് ഭക്ഷിക്കാത്തവൻ മനുഷ്യനാകുന്നില്ല. സ്വന്തം ശരീരം നുറുക്കിയിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു, നിങ്ങളിത് ഭക്ഷിപ്പീരെന്ന് പറയുന്നത് നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഭക്ഷണമാണ് നൽകുന്നത്. അതാണ് സക്രമത്തെന്ന് പറയുന്നത്. സഭയുടെ ആനുകൂല്യമല്ലത്. മനുഷ്യത്വത്തിൻ്റെ ഭക്ഷണമായിട്ട് വേണം നാം ഇതിനെ മനസ്സിലാക്കാൻ. എന്നാൽ അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ തലമുറകൾ അധപ്പതിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത് മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന അർത്ഥശൂന്യമായ ചില സങ്കല്പങ്ങൾ, ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. ആത്മീയതയുടെ ആകത്തുക എന്ന മാരകമായ തെറ്റിദ്ധാരണയിൽ മനുഷ്യൻ അടിമകളായി ഇങ്ങനെ മൃതപ്രായരായി കഴിയുന്നത് കൊണ്ടാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് രണ്ട് കാലിലൊന്ന് നിവർന്ന് നിന്ന് ദൈവം നൽകിയ തലച്ചോറ് ഒന്ന് പ്രവർത്തനക്ഷമമാക്കി അന്വേഷണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഒന്ന് ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യത്വം എന്നാൽ എന്താണ്, സമൃദ്ധമായ ജീവൻ എന്നാൽ എന്താണ്, യേശു എന്ന അത്ഭുത പ്രതിഭാസം എന്താണ്, അവനിലായിത്തീരുക എന്ന അനുഭവം എന്താണ് എന്ന് അപ്പോൾ മനസ്സിലാകും. അല്ലാത്തടത്തോളം നിങ്ങൾ ഓർത്തഡോക്സുകാരനായും യാക്കോബക്കാരനായും പെന്തക്കോസ്തുകാരനായും CSIക്കാരനായാലും കത്തോലിക്കനായാലും അങ്ങനെ കഴിയും. മനുഷ്യത്വത്തിൻ്റെ ഉണങ്ങി വരേണ്ട അസ്ഥിക്കൂടങ്ങളായി നിങ്ങൾ കഴിയും. ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഉണർന്ന് ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പീൻ. എന്താണ് പരിശുദ്ധാത്മാവ്? സകല സത്യത്തിലേക്കും നിങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആ ക്രമീകരണമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. അതിനെ അലങ്കോലപ്പെടുത്തരുത്, അതിൻ്റെ മേൽ അസത്യത്തിൻ്റെ ഭാണ്ഡം കൊണ്ട് വെക്കരുത്. സത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ തീ കത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് സത്യം. അന്വേഷിക്കുന്നവർ മനസ്സിലാക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ആവർത്തിക്കുകയല്ലാതെ എനിക്ക് മറ്റെന്ത് ഉത്ബോധനമാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്? അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാനും ആവർത്തിക്കുകയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമസ്കാരം.